സ്റ്റോപ്പ് ഞാൻ എത്രയും മുമ്പ് കോൺക്രീറ്റ് തുടങ്ങി. ഇന്ന് ഞാൻ കാണിച്ചതാ. സ്റ്റോപ്പ് ദ വർക്ക്, സ്റ്റോപ്പ് ദ കോൺക്രീറ്റ്. ആരോട് ചോദിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായ ഞാൻ എത്തുന്നതിന് മുമ്പ് കോൺക്രീറ്റ് തുടങ്ങിയ ഇവിടെ? അതിപ്പോ എന്നും ചെയ്യാറുള്ള പോലെ ഇന്നും ചെയ്തു. ഇന്നലെ വരെയുള്ള കാര്യമല്ലേ ചോദിച്ചേ? ഇന്ന് ആരോട് ചോദിച്ചിട്ട് തുടങ്ങി? സാറേ 8 മണിക്ക് പണിക്കാരെത്തി. അവരെങ്ങനെ എത്ര നേരം വെറുതെ ഇരുത്തും? അതുകൊണ്ട് തുടങ്ങിയത് സാറേ. ഓഹോ, ഞാൻ വരുന്നതിന് മുമ്പ് താൻ തുടങ്ങല്ലേ? ഐ വിൽ സ്റ്റോപ്പ് ദ ടോട്ടൽ വർക്ക്. തനിക്കറിയാമോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? എവിടെയോ നല്ല കോൺട്രാക്ടർ പത്രോസ് വന്നിട്ടില്ല സാർ. ഡിപ്പാർട്ട്മെന്റ് വർക്കാണ് എന്ത് തോന്നിയ സാധനമാണ് നിങ്ങളൊക്കെ വിചാരം? തന്റെ കോൺട്രാക്ടറെ വെറുതെ വിടില്ല. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്ത് ചെയ്യാനാ സാറേ? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഐ വിൽ ബാൻ ദിസ് വർക്ക്. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? This is മുക്കാലിഞ്ച് മെറ്റൽ. അതെ. You know the ISI specification of the metal to be used in the concrete. ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല സാറേ. ഇംഗ്ലീഷ് മനസ്സിലാവുന്നതാണ് ജോലിക്ക് നിർത്താൻ പറയണോ? ആവശ്യത്തിന് മെറ്റലും കമ്പി സിമെന്റ് ഉപയോഗിക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ പാലം പൊളിഞ്ഞാൽ ജനങ്ങളോട് ഞങ്ങൾ എന്ത് പറയും? രാവിലെ തന്നെ രാജൻ സാർ ഉടക്കലാണെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ബില്ല് മാറിയിട്ട് അയാൾക്ക് ധർമ്മം കൊടുത്തില്ലേ സുബ്രഹ്മണി? അയ്യോ, കഴിഞ്ഞ തവണത്തെ ബില്ല് മാറിയപ്പോ തന്നെ ഇപ്രാവശ്യത്തെ നേരത്തെ അയാൾ വാങ്ങിച്ചത്. വല്ലാത്ത ക്രിമേഡി തന്നെ അയാൾക്ക്. നീ പോയി അയാളെ വിളിച്ചോണ്ട് വന്നേ. ഞങ്ങൾ നോട്ടത്തില്ല. തന്റെ മുതലാളി വന്ന് എനിക്കല്ല, ഞാൻ അയാളെ ശമ്പളക്കാരല്ല. ഐ ആം എ ഗവൺമെന്റ് സൂപ്പർവൈസർ. എനിക്ക് പത്രം സാരി, ഞാൻ ഗവൺമെന്റ് സൂപ്പർവൈസറാണ്. എനിക്ക് ഓടേണ്ട കാര്യമില്ല. ഐ വിൽ വാക്ക്. യു ക്യാൻ റൺ. എന്താ മിസ്റ്റർ പത്രോസ് നിങ്ങളുടെയൊക്കെ വിചാരം? They have started the work in my absence. I will not allow it. You don't worry, Mr. Rajan. Any problem we will settle. You please go inside the car. Why? കാറിനകത്ത് ഞാൻ എന്തിനു കാർ കയറണം? വാട്ട് ഈസ് ദിസ് മിസ് പത്രോസ്? എന്താ ഈ പറയണേ രാജ? അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ദിസ് ഇസ് വെരി ചീപ്പ്. അതിനുള്ള യോഗ്യതയല്ലേ തനിക്കുള്ളൂ. സന്തോഷമായല്ലോ. ഈ കാശൊക്കെ ഡോക്ടർമാർക്ക് ഉപകരിക്കും. അല്ല, ഈ കാശൊക്കെ ജോലിയായിട്ട് ചെലവഴിക്കാം. പത്രോസേ, നിന്റെ പോക്ക് ശരിയല്ല. നീ എന്നിൽ നിന്നും അകന്നകന്നു പോകുന്നു. അതുകൂടി വണ്ടി വലത്തെ വഴിക്ക് തിരിച്ചു വിട്ടോ. ആ കൃഷ്ണൻ നായർ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. കാറ് കണ്ടാ മതി, അപ്പൊ ലിഫ്റ്റ് ചോദിക്കും. സാറേ, ഈ കൃഷ്ണൻ നായരുടെ മരുമകനാ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന പുതിയ ആന്റി കറപ്ഷൻ CI. ആന്റി കറപ്ഷൻ CI ഇയാളുടെ മരുമകനാണോ? അതെ സാർ, സ്വന്തം മകളുടെ ഭർത്താവ്. നിർത്തടാ മാത്തുകൂട്ടി വണ്ടി. വണ്ടി ബാക്കെടുത്ത് വരട്ടെ. അല്ല, ചേട്ടൻ എന്താ ഇവിടെ നിൽക്കണത്? വീട്ടിലേക്കുള്ള ബസ് കാത്ത് എന്റെ കാറുള്ളപ്പോഴോ? ചേട്ടൻ വേണ്ട, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞങ്ങളും അങ്ങോട്ട് തന്നെ പോണത്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ചേട്ടൻ ബസ്സിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട പത്രോസേ, വെറുതെ ബുദ്ധിമുട്ടുണ്ട്. സാറിനെന്താ ബുദ്ധിമുട്ട്? ശരി ശരി. അല്ല ചേട്ടാ, ഇപ്പൊ എങ്ങോട്ടാണ് വിടേണ്ടത്? നിന്റെ അമ്മേരെ തന്നെ അതിന്റെ ഉള്ളിൽ കയറണേ. ഇന്നലെയും കൂടി ഞാൻ ചേട്ടനെ സ്വപ്നത്തിൽ കണ്ടതാ. ഞാൻ അപ്പൊ വിചാരിച്ചു കാണുന്നുള്ളൂ. ഇതൊന്ന് പിടിച്ചേരി. എല്ലാം കിട്ടിയ? എല്ലാം കിട്ടി. പക്ഷെ സാറ് പറഞ്ഞ മറ്റേ സ്പീഡിംഗ് ബോട്ടിൽ മാത്രം കിട്ടിയില്ല. അത് പോട്ടെ, മറ്റെല്ലാം കിട്ടില്ലോ? എല്ലാം കിട്ടി. അത് മതി. ബാക്കി കാശുണ്ട്. അത് നിന്റെ കയ്യിൽ വെച്ചോ, എനിക്ക് നിന്റെ വിശ്വാസം. വേണ്ടായിരുന്നു. പത്രോസേ, ഇതൊക്കെ എന്താ? ചേട്ടന്റെ മോള് പ്രസവിച്ചതല്ലേ? ഇതൊക്കെ എന്തിനാ പത്രോസേ? അവർക്ക് ചില പ്രസന്റേഷൻ. എന്തിനാ പത്രോസേ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ എന്തിനാ? ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? സ്നേഹമുള്ളവരെ കണ്ടാ പിന്നെ എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. എന്റെ മുതലാളിക്ക് തങ്കപ്പെട്ട മനസ്സാണ് കേട്ടാ. എന്നെ എനിക്കറിയടാ, നീ എന്നെ പഠിപ്പിക്കണ്ട. പട്ടി പൗലോസ് ആരാണെന്നും അവൻ ആരാണെന്നും എനിക്കറിയാം. പൗലോസ് അല്ല പത്രോസ്. ആ പത്രോസ്, രണ്ടടുത്തടുത്ത് തന്നെ. വിളിക്കണ ചെല്ലി ഇങ്ങോട്ട് മാറി ആകെ വൃത്തികേടാക്കിയല്ലേ. സാറേ, ഒരു ലാർജ് കൂടെ ഓർഡർ ചെയ്യട്ടെ? വേണ്ട വേണ്ട,
ഇപ്പൊ തന്നെ ആള് ഫിറ്റാ. അല്ല സർ, എനിക്കാ. ഒറ്റ അടി ഒന്നുണ്ടല്ലോ ഞാൻ. മാത്തൂട്ടി, എന്തേ? ഈ സാധനത്തിനടുത്ത് വണ്ടി കയറ്റ. അപ്പോഴേ സാറേ, നമുക്ക് പോകാം. ഏയ്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയാ അതാണ് അതിന്റെ ഒരു അന്തസ്, അല്ലേ പൗലോസ്? പിന്നെയും പൗലോസ്. അതൊക്കെ ഇറങ്ങട്ടെ ചേട്ടാ. ഞാൻ വരട്ടെ പത്രം വെച്ച. ശരി ശരി ശരി. നീ നല്ലവനാണ്, പരിശുദ്ധൻ. ഞാൻ വരട്ടെ. ചെല്ല്. പത്രോച്ചിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണോന്ന് അറിഞ്ഞുകൂടാ. എന്റെ പൊന്നു ഞാൻ സ്റ്റഡിയാണ്. എന്നെ ആരും കണ്ട കുട്ടിച്ചു കഴിക്കില്ലേ? അങ്ങനെയൊന്നും ആരും വിചാരിക്കൂല. ആ പത്രം വെച്ച കുടിച്ചു പോണോട്ടാ. ഭാര്യ കാണേക്കാൾ പോവാടെ കൊടുന്നു. ആരുടെ ഞാനല്ലേ ഇവിടെ തുറന്നു വെച്ചിട്ട് അല്ലടാ ഒരു മുണ്ടൂടെ ഇല്ലേ? വേണമെങ്കിൽ എടുത്തോ, നാണിക്കണ്ട. മാത്തൂട്ടി, നീ ദിവസവും രാത്രി നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? സാമാന്യം തെറ്റില്ലാതെ ഉറങ്ങാറുണ്ട് മുതലാളി. നീയോടാ? എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നു കിട്ടിയാ മതി, അപ്പൊ ഉറങ്ങും. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ട് 3-4 മാസങ്ങളായി. നിർത്ത്, വണ്ടി നിർത്ത്, പുറകോട്ടെടുക്ക. ആ നിർത്ത്. ആ എന്താ കാര്യം സാർ? കർത്താവേ, എന്തൊരു ഉറക്കം! ഇയാള് നന്നായിട്ട് ഉറങ്ങണം. എന്തൊരു കൊതുക്! ഇയാള് നന്നായിട്ട് ഉറങ്ങണം. എടാ സുബ്രഹ്മണ്യം, AC ഉണ്ടോടാ ഇവിടെ? ഇല്ല. ഫാൻ ഉണ്ടോടാ മാത്തു? ഇല്ല. കിടക്കാനൊരു ഡെൻലപ്പ് മെത്തയോ മര്യാദയ്ക്ക് കൂരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അതും ഇല്ല സാർ. ഗുഡ് നൈറ്റോ ആമത്തിരിയോ അങ്ങനെ വല്ലതും ഉണ്ടോടാ? ആമയുണ്ടാവും, തിരി ഉണ്ടാവൂല. തമാശ പറഞ്ഞാണ്, ക്ഷമിക്കണം. ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടും ഇവരെങ്ങനെയാടാ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണേ? എനിക്കിതൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്, പവറുണ്ട്, മരുന്നുണ്ട്, ഈ മരുന്നും കഴിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് എന്താടാ ഉറക്കം വരാത്തെ? അത് പിന്നെ ഓരോ സ്ഥലത്തിന്റെ വിശേഷമാണ് മുതലാളി. ചില സ്ഥലത്ത് കിടന്നാ എന്തൊക്കെ ഉണ്ടായാലും ശരി കിടന്നാ ഉറക്കം വരില്ല. ചില സ്ഥലത്ത് കിടന്നാ മതി, അപ്പൊ ഉറക്കം വരും. അങ്ങനെയുള്ള സ്ഥലമാണോ ഇത്? എന്നാ ഒരു രാത്രി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. എന്തായി കാണിക്കുന്നത്? ഒന്ന് വിടറാ. ഒരു ദിവസം ഇങ്ങനെ ഞാൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടാ. കൊതിച്ചിട്ടാടാ ഞാനീ പറയണേ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് നാളെ കാലത്ത് വരാടാ. വിട്ടാന്നെ. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം. മുതലാളിക്ക് വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും. കാറിൽ വെള്ളരിപ്പുണ്ട? വെള്ളം ഉണ്ടല്ലോ, എന്താണ് വേണ്ടത്? എനിക്ക് ആ തെണ്ടിയുള്ള സുഖമായിട്ടുള്ള ഉറക്കം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടാ. ആ വെള്ളം എടുത്ത് അവരുടെ തലയിൽ കഴിക്കണം. അവർ ഉറക്കൊന്നും അവസാനിപ്പിക്കണം. എനിക്ക് ഉറങ്ങണം. ആരോട് ഉറങ്ങണ്ട? ഒരോടെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്റെ കർത്താവേ. പത്രോസേ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾ വല്ലതും കേട്ടോ? ഇല്ല സാർ. അല്ലെങ്കിൽ തന്നെ ആവശ്യം പോലെ കുരിശുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടി ആയ എങ്ങനെയാ എന്റെ കർത്താവേ? സുബ്രഹ്മണ്യം, നീ വണ്ടി വിട്. മുതലാളി, ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാ. അപ്പൊ വണ്ടി ഓടില്ലേ? വണ്ടി വിടാ. വണ്ടി അത് ശരി. സ്റ്റോക്ക് പ്രകാരം 200 ചാക്ക് സിമന്റ് കാണണം. അതിലിപ്പോ 100 ചാക്കേ ഉള്ളൂ. അതെ. വേർ ഈസ് ദി അതർ 100 ബാഗ്സ്? സാർ, ആ 100 ബാഗ്സ് ആണ് ഇതായിരിക്കുന്നത്. അതെ സാർ. അപ്പം ബാക്കി 100 അതാണ് സാർ ഈ ഇരിക്കുന്നത്. നോ, ഐ വാണ്ട് ടു നോ ദ എക്സാക്ട് പൊസിഷൻ. സാർ, മലയാളത്തിൽ പറഞ്ഞാൽ തിരക്കിടില്ല. ഓഹോ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഐ ക്യാൻ സ്പീക്ക് ഇൻ മലയാളം. ഇവിടെ മൊത്തം 200 ചാക്ക് സിമന്റ് ആണ് ഉണ്ടായിരുന്നത്. അതെ സാർ, ഞാൻ പറയാം. ആകെ 200 ചാക്ക് സിമന്റ് ഉണ്ടായിരുന്നു. അതിൽ 100 ചാക്ക് ഇവിടെ ഉണ്ടല്ലോ. ബാക്കി 100 വേർ? അയ്യോ, ഈ സാറിന്റെ കാര്യം അതല്ലേ സാർ ഇതിനകത്ത് ഇരിക്കുന്നത്. What nonsense you are talking? You know department rules? Stealing department cement and selling in black market. If somebody asking you, fooling them by saying this and that. You bloody rascal, stupid, idiot. Excuse me, sir. This is a very sorry state of affairs. You are not just taking into consideration the plight of the government contractors,
Actually, they are between the devil and the deputy. On the one side, you are asking bribe from them, and on the other side, you are asking them to be sick. How is this possible? I am not going to tolerate this kind of double dealing. Okay? എന്താ പ്രശ്നം രാജ? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല പത്രോസേട്ടൻ. എന്താ പ്രശ്നം എന്ന് പറ. ആക്ച്വലി 200 bags ഓഫ് സിമെന്റ്, മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. ആ. അതിൽ ഓൺലി 100 bags, വെറും 100 ചാക്ക് സിമെന്റ് ഇപ്പൊ വിടുള്ളൂ. ബാക്കി 100 ചാക്ക് എവിടെ പോയി ചോദിച്ചപ്പോ എന്നെ കളിയാക്കുക. താൻ കളിയാക്കിയ? ഇല്ല സർ, നമ്മൾ ആ 100 ചാക്കിന്റെ തിരിമറി നടത്തിയില്ലേ, അതിന്റെ ഒരു... വേണ്ട വേണ്ട, രാജൻ സാറിന് എന്താ അറിയണ്ടേ? ബാക്കി 100 ചാക്ക് സിമെന്റ് എവിടെ പോയെന്ന് എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ? അതെ. ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്ത ചേച്ചി സെലീനയെ രാജൻ സാർ അറിയില്ലേ? പിന്നെ ഇതെന്ത് ചോദ്യം? ചേച്ചി കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു. വല്ല സിസേറിയനോ എനി കോംപ്ലിക്കേഷൻ? ഒന്നുമില്ല. ആ, കുട്ടി എന്താ? ആൺകുട്ടി. ഓ, അപ്പൊ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയില് പെങ്ങള് പ്രസവിച്ച പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാന്നൊരു ചടങ്ങുണ്ട്. അത് ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഉണ്ടല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 100 ചാക്ക് സിമെന്റ് എടുത്ത് കുറച്ച് ഉണ്ടയും അച്ചപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അതെ, വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കും കേട്ടോ. പിന്നിതാ ഒരു സന്തോഷത്തിന് എന്നാ കയ്യിൽ വെച്ചോ. ഇരിക്കട്ടടോ. സന്തോഷായില്ലേ? ഒതുക്കിയോ സാറേ? ഇപ്പോഴത്തേക്ക് ഒതുങ്ങി സുബ്രഹ്മണി. പക്ഷെ ഇനിയും അവൻ ഇടയ്ക്കിടയ്ക്ക് തലവെക്കും. അതിനു മുമ്പ് അവന്റെ ക്രിമീഡി അവസാനിപ്പിക്കണം. അല്ല ചേട്ടൻ എന്താ ആലോചിക്കണേ? അല്ല, നിങ്ങൾ പറഞ്ഞ ആ രാജനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, എന്റെ മരുമകനോട് അതെങ്ങനെ അവതരിപ്പിക്കണം, അതിനെന്ത് ചെലവ് വരും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു. എന്ത് ചെലവായാലും സാരില്ല, അവനെ ഒതുക്കണം. ഒതുക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒതുക്കണം. അത്രയ്ക്ക് ശല്യം അവനെ കൊണ്ട് ചേട്ടാ. അല്ല സാറേ, പക്ഷെ ഒരു കാര്യം, അവനെ കോടതി ശിക്ഷിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അവൻ എന്റെ കാലിൽ വീഴണം, കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേന്ന് നിലവിളിച്ചുകൊണ്ട്. അതായത് ഞാൻ വിചാരിച്ചാലേ അവൻ കേസിൽ നിന്നും രക്ഷപ്പെടുള്ളൂ എന്ന് അവന് ബോധ്യമാവണം. അതൊക്കെ ശരി തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വെച്ച് ചർച്ച ചെയ്യണ്ട. നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയിരുന്ന് സംസാരിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും കെട്ടിയെടുക്കും. എന്താ? അല്ല, എവിടെ വേണമെങ്കിലും പോവാന്ന് പറയായിരുന്നു സാർ. ഏതായാലും ഇതോടുകൂടി അവനെ ഒതുക്കണം. ഡെഫിനറ്റ്ലി. ഞാൻ ഏറ്റു പത്രോസ്. എന്താ നോക്കുന്നത്? അല്ല, ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോയിലുണ്ടോ നോക്കിയതാ. എന്തിന്റെ ദൈവത്തിന്റെ ഫോട്ടോ? നമ്മൾ ബാറിലേക്കല്ലേ പോകുന്നത്. ഷർട്ടോ നിക്കറോ എന്താ ഉള്ള എടുത്തിട്ട് വാ. വരുന്നു. 5 മിനിറ്റ്. പത്രോസേ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിന്റെ ഹൃദയത്തിൽ. നമസ്കാരം. ഇതെന്താ ഇത്? ദിസ് ഈസ് ബനാന ഫ്രൈ. ബനാന ഫ്രൈ, പഴംപൊരി. പഴംപൊരിയോ? താനാരാ? ഐ ആം സൂപ്പർവൈസർ രാജൻ. രാജൻ സാറ്. സാറോ? അതെ, പത്രോസോട്ടം വരെ എന്നെ അങ്ങനെയാണ് വിളിക്കാറ്. താനെന്തിനാ വന്നേ? ടു സീ മിസ്റ്റർ പത്രോസ്. മലയാളത്തിൽ പറയടോ. എന്റെ പൊന്നു ചേച്ചി, എന്റെ വീട് റെയ്ഡ് ചെയ്ത് പോലീസുകാരുള്ള സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി. എന്തിനാ തന്റെ വീട് റെഡി ചെയ്തേ? അത് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്. ഈ സർക്കാരിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്കൊന്നും മതിയാവുന്നില്ല. അപ്പൊ പിന്നെ അല്ലറ ചില്ലറ വേലകളൊക്കെ ഒപ്പിച്ച് ഞാൻ സംതിങ് ഉണ്ടാക്കുവേ. അപ്പൊ പിന്നെ റെഡി ചെയ്യില്ല, തനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ? കയറാടോ. ആ, അതാ വരുന്നുണ്ട്, നേരിട്ട് പറഞ്ഞേക്ക്. ആ, ഏതായാലും താൻ കൊണ്ടുവന്നേ ഞാനേക്ക്. മുതലാളി, എന്താ രാജൻ സാറേ ഇവിടെ അസമയത്ത്? പത്രോസ് സാറേ, ഞാനൊരു ആപത്ത് പെട്ടിരിക്കുക. സാർ എന്നെ രക്ഷിക്കണം. പത്രോസ് സാറോ? എന്താ ഒരു പുതിയ അഭിസംബോധനയൊക്കെ? മിസ്റ്റർ പത്രോസ് എന്നൊക്കെ അല്ലേ സാറ് വിളിക്കാറുള്ളൂ? പത്രോസ് ഏട്ടൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. എന്താ, തന്നെ വല്ലവരും തൂക്കിക്കൊല്ലാൻ വിളിച്ചോ? പുതിയ ആന്റി കറപ്ഷൻ CI എന്റെ വീട് പരിശോധിച്ച് കണക്ക് പെടാത്ത പലതും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ പാവം. ഒരുപാട് പോയോ ചേട്ടാ? പോയത് സാരല്ല, ഇനിയും ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ, സോറി. അല്ല, പോയത് പോട്ടെ, കേസ് ഉണ്ടാവാതിരുന്നാ മതി. അതിന് ഞാൻ എന്തു വേണം? ഈ CIയുടെ അമ്മായിയപ്പ സാറിന്റെ ഉറ്റ സുഹൃത്താണെന്ന് ഞാൻ അറിഞ്ഞു. സാറ് വിചാരിച്ച എന്നെ രക്ഷിക്കാൻ സാധിക്കും. ആളെനിക്ക് പരിചയമുണ്ട്. പക്ഷെ ഞാൻ ആ കൃഷ്ണനാരോട് പറഞ്ഞാൽ ആള് കേൾക്കൂ സുബ്രഹ്മണി? കേൾക്കും സാർ, പക്ഷേ കാശ് കുറച്ചധികം ചെലവാകും. കാശിന്റെ കാര്യത്തില് കൃഷ്ണൻ നേരെ സ്വന്തവും ബന്ധവും നോക്കാറില്ല. അത് സാരില്ല, കാശല്ലേ പോവുള്ളൂ. വേണ്ടി വന്ന വീടോ പറമ്പോ എന്ത് വേണമെങ്കിലും വിൽക്കാൻ ആയി തയ്യാറാണല്ലോ. പക്ഷെ കേസിൽ നിന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ രാജ. അല്ലേ അല്ലേ അല്ലേ? അതെ അതെ അതെ. ആ രാജൻ പോയിക്കോ. ആ സുബ്രഹ്മണി, പിന്നെ രാജ, നാളെ സൈറ്റിൽ കോൺക്രീറ്റ് ആണ്. അതെ. അല്പം സിമെന്റും കമ്പിയൊക്കെ കുറഞ്ഞെന്ന് വരും. സാറൊന്ന് കണ്ണടച്ചേക്കണം. വേണ്ട,
കുറച്ചു കാലത്തേക്ക് ഞാൻ സൈറ്റിലേക്ക് വരുന്നേ ഇല്ല. അത് മതി, പോരെ? മതി മതി. സുബ്രഹ്മണി, എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി? നന്നായി.